ചേച്ചി വാ, നിങ്ങളോ? വാ, ഇരിക്കു, വാ. ചേട്ടാ ഇല്ലേ? ഞാൻ വിളിക്കാം, നിങ്ങൾ ഇരിക്ക്. ആ സുഖമാണോടാ? ആ സുഖം ചേട്ടാ. കുടിക്കാൻ വല്ല ഇട്. എന്തോ ചേട്ടാ നീ പെട്ടെന്ന് വന്നത്? ചേട്ടാ എനിക്ക് 50,000 അത്യാവശ്യം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഉണ്ടെങ്കിൽ നിന്ന് മറച്ചു തരുമോ? എടാ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ ഒരിടത്തും ചോദിച്ചു നോക്കട്ടെ. ആ ഹലോ, ആ എൻ്റെ അനിയനില്ലേ, ഒരു 50,000 രൂപ വേണമായിരുന്നു. അവൻ കറക്റ്റ് ഇൻട്രസ്റ്റിൻ്റെ കണക്കെ തരും. ഓ നാളെ ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. ആ ഓക്കെ. ഡാ പലിശ കറക്റ്റ് കൊടുക്കണേ. ആ അതൊക്കെ കൊടുക്കാൻ ചേട്ടാ. ശരിയെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ഹലോ, നാളെ രാവിലെ ഞാൻ 50,000 രൂപ കൊണ്ടുതരാം. എന്നിട്ട് അവൻ വരുമ്പോഴത്തേക്ക് നീ ഞാൻ കൊടുത്താൽ മതി. എന്നിട്ട് എന്നെ കറക്റ്റായിട്ട് പലിശ മേടിക്കണം. അത് നീ അങ്ങ് തിരിച്ചു തന്നാൽ മതി എനിക്ക്. ആ ശരി ശരി ഓക്കെ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? നിങ്ങളെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് അവന് കൊടുത്തുകൂടെ? അതിന് പലിശ മേടിക്കണം. നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ അത്? അനിയനായാലും ചേട്ടനായാലും കാശിന്റെ കാര്യത്തിൽ അങ്ങനൊന്നും ഇല്ല. ഇതാവുമ്പോഴത്തേക്കാണ് എൻ്റെ കാശാണെന്ന് അറിയത്തുമില്ല. അവൻ കറക്റ്റായിട്ട് പലിശയും കൊണ്ട് തരും. 2-3 മാസം കഴിയുമ്പോഴത്തേക്കാണ് ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ചേട്ടാ മോളെ ബർത്ത്ഡേ 2 ദിവസം കഴിഞ്ഞാൽ, അതുകൂടി പറയാനാ വന്നത്. സമയം ഉണ്ടെങ്കിൽ പറഞ്ഞേ അങ്ങോട്ട്. പിന്നെ മറ്റേ പൈസ വേണ്ട, വേറെ മാസമാണ്.